ഇല്ല സിദ്ധു, സിദ്ധു എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഇവിടെ ക്ലീനായി ചതിക്കപ്പെട്ടത് ഞാനാ. മുഖം നഷ്ടപ്പെട്ടത് എന്റെയും അക്ഷരയുടെയോ. ആരാണ് ചതിച്ചതെന്ന് കണ്ടുപിടിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ബാങ്കിനെ കൂടി പ്രതി ചേർത്തല്ലേ സിദ്ധു കേസ് ഫയൽ ചെയ്യുന്നത്. ഞാനൊരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഞാൻ വിളിക്കാം സിദ്ധു. എന്തൊക്കെയുണ്ട് ഡോക്ടർ നിരഞ്ജൻ സാറേ വിശേഷങ്ങൾ? ചെക്ക് കേസൊക്കെ എവിടം വരെയായി? കേസ് അതിന്റെ വഴിക്ക് വെക്കോളും, തെളിഞ്ഞോളും. അകത്ത് പോകേണ്ടവർ അകത്ത് പോവുകയും ചെയ്യും. വക്കീലേ, അതിലൊരു ഭീഷണിയുടെ ധ്വനിയുണ്ടല്ലോ. ആവനാഴി നിന്ന് നിരഞ്ജൻ സാറ് അസ്ത്രം എടുത്തിരിക്കുന്നത് എനിക്ക് നേരെയാ. ഒരു ആന്റിസിപ്പേറ്ററി ബെയിലെടുത്ത് വെച്ചോണം. സത്യത്തില് ഡോക്ടറെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമുണ്ട്. കൊലക്കേസിന് പിന്നാലെ ദേ ഇപ്പൊ ചെക്ക് കേസും. കൊലയാളി, കള്ളൻ, രണ്ടും അത്ര സുഖമുള്ള വിശേഷണങ്ങളല്ല. സാരമില്ല, തളരാൻ മനസ്സില്ലാത്തവനെ തകർക്കാൻ പറ്റില്ലെന്നാണല്ലോ. ഒന്നും രണ്ടും അല്ലല്ലോ ഡോക്ടറെ, 50 ലക്ഷമല്ലേ ബാധ്യതയായിട്ടിരിക്കുന്നത്. വക്കീലിനും തുകയൊക്കെ കൃത്യമായി അറിയാലോ. ഈ പോക്കറ്റിൽ കുത്തിയിരിക്കുന്ന പേന കൊണ്ടാണോ തുക എഴുതിയത്? അയ്യോ, വക്കീൽ വെറും പാവ ഡോക്ടറെ. വക്കീൽ എന്ന പേരും ഫോട്ടോക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത്ര കടന്ന ബുദ്ധിയൊന്നും ഇല്ലെന്നേ. ഞാൻ കണ്ടുപിടിച്ചോളാം ഈ കഥയിൽ മണ്ടൻ കളിച്ചു നിൽക്കുന്ന അതിബുദ്ധിമാൻ ആരാണെന്ന്. എനിക്കറിയാം ആരാണെന്ന്. നിങ്ങളുടെ ഫാദറിനിലോ, എന്റെ അങ്കിൾ, അയാളാണ് ചതിച്ചത്. സംശയിക്കണ്ട, സ്വാമിക്ക് അതിൽ പങ്ക് കാണും. നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് സാറേ. മനസ്സിലെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് സാഹചര്യങ്ങളെ ഒന്ന് കീറി മുറിച്ച് ചിന്തിച്ചു നോക്ക്. അപ്പോഴറിയാം ചെക്ക് പോയ വഴിയും. വക്കീലേ വാ. റെഡ്ഡി ഗ്രൂപ്പുമായി ഡാഡിയുടെ എഗ്രിമെന്റ് അല്ല എനിക്ക് പ്രധാനം. എന്റെ ജീവിതത്തിന്റെ കരാറാ ഒരു കല്യാണം കൂടി. നിരഞ്ജൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചോളൂ, നമ്മുടെ ശത്രുക്കളെ പ്രകോപിപ്പിക്കാനേ ഇത് ഉപകരിക്കൂ. ശത്രുക്കളുടെ സൗകര്യം നോക്കി ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. സാർ, ഇക്കാര്യത്തിൽ അക്ഷര മാഡം പറയുന്നതാണ് ശരി. അതിനോടാണ് എനിക്ക് യോജിപ്പ്. സന്തോഷത്തോടെ ഒരു കല്യാണം നടത്തുന്നത് നല്ലതാ. പണ്ട് നടന്ന കല്യാണത്തിന് എനിക്ക് സന്തോഷമില്ലായിരുന്നു എന്ന് സ്വാമിയേട്ടനോട് ആരാ പറഞ്ഞേ? കഥകളൊക്കെ തൊട്ടടുത്ത് നിന്ന് കണ്ട ആളല്ലേ മാഡം ഞാൻ. ബോംബനും മോളിയിലെ നായ്ക്കുട്ടിയെ പോലെ സ്വാമി എല്ലാ ഫ്രെയിമിലും ഉണ്ടായിരുന്നല്ലോ. സാമ്പ്രാണിക്കുടിയിലെ കൊച്ചുകൃഷ്ണൻ അമ്പലത്തിൽ വെച്ച് ഒന്ന് താലി പൂജിക്കുക. അക്ഷരയുടെ ആഗ്രഹം പോലെ കഴുത്തിൽ ചാർത്തുക. അവിടെ കൊണ്ടും തീരുന്നില്ല ആഗ്രഹം. പിന്നെ എന്റെ മോൾ എന്റെ അടുത്ത് വേണം. അമ്മയുടെ അടുത്ത് നിന്ന് വളർന്ന മതി മകള്. എന്റെ ജീവിതത്തിൽ 18 വർഷം മുൻപ് എനിക്ക് സംഭവിച്ച അനാഥത്വം തന്നെയാ മറ്റൊരർത്ഥത്തിലും എന്റെ മകൾക്കിപ്പോ സംഭവിച്ചിരിക്കുന്നത്. ശ്രുതിമോളുടെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്നാണ് എന്റെ വിശ്വാസം. പ്രശ്നങ്ങളൊന്നും ഒതുങ്ങട്ടെ. ഒന്നും തീർന്നിട്ടില്ലല്ലോ. പ്രശ്നങ്ങൾ തീർന്നിട്ടും ജീവിക്കാൻ പറ്റത്തില്ലെന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രുതിമോൾക്ക് ഈ പ്രായത്തിൽ കിട്ടേണ്ട സ്നേഹവും കരുതലും ഈ പ്രായത്തിൽ തന്നെ കിട്ടണം. അക്ഷര, അതൊരു വഴക്കാക്കണ്ട. മോള് നമ്മുടെ കൂടെ തന്നെ വളരും. അതിലൊരു മാറ്റവും ഇല്ല.
നിരഞ്ജൻ, കുഞ്ഞിന്റെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും എന്ന് ശത്രുക്കൾക്ക് അറിയാം. എല്ലാ സ്വത്തുക്കളും ശത്രുക്കൾക്ക് കൊടുത്തോളൂ സർ. എനിക്ക് എന്റെ മോളെ മാത്രം മതി.